Welcome back, I am back. So, the video is based on breaking news. That's TikTok plus 58 other Chinese apps has been banned from India. So, the reason this ban is the impact and use the loophole and coming soon lockdown could implement the Indian government on us. So, and at last good news. So, stay tuned to know more. So the first point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അറൌണ്ട് ടിക്ടോക്ക് പ്ലസ് 58 അതർ ചൈനീസ് ആപ്സിനെ ബാൻ ചെയ്ത് കഴിഞ്ഞു. ദ റീസൺ ഇസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചൈന വേഴ്സസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ബോർഡർ പ്രോബ്ലം ഇല്ലേ, സോ ആ ബോർഡർ പ്രോബ്ലം ആൻഡ് സൈബർ സെക്യൂരിറ്റീസ്, നമ്മുടെ ഇന്ത്യയിലുള്ള സൈബർ സെക്യൂരിറ്റി എന്നിട്ട് ടിക്ടോക്ക് ആൻഡ് ഈ അതർ ചൈനീസ് ആപ്സിൽ ഒരു വലിയ ഫോൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായിരുന്നു like they are spying on Indian citizens. ഇതും കൂടെ അല്ലാതെ ബാക്ക് ഇൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആപ്പിളിന്റെ WWDC അതായത് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ദേ റിലീസ്ഡ് iOS 14. സോ iOS 14 the main objective was to security patchesന് വേണ്ടിയായിരുന്നു iOS 14 റിലീസ് ചെയ്തത്. ആൻഡ് what they found out was ടിക്ടോക്ക് എന്നിട്ട് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു വേർഡ് കോപ്പി ചെയ്യും, അത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം. സോ ഐ കോപ്പി ഇറ്റ്, അത് കീബോർഡിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണും. സോ അത് വേറെ സ്ഥലത്തിൽ പോയി പേസ്റ്റ് ചെയ്യും, റൈറ്റ്? സോ ടിക്ടോക്ക് എന്നിട്ട് ഈ ക്ലിപ്പ് ബോർഡിലുള്ള തിങ്സ് അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡിലുള്ള ഇൻഫർമേഷൻ റീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇമ്പാക്ട് ഓഫ് ദാറ്റ് ആൻഡ് #, ചൈനീസ് ബൈക്കോട്ട് ചൈനീസ് പ്രോഡക്ട്സും ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരുന്നു. സോ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ these apps were banned. These apps. Fine. So the second point, what is gonna happen? അതായത് ഇപ്പോൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു? Well, the answer is ഇതുപോലെ തന്നെ ഒരു വർഷത്തിന് മുമ്പ് പബ്ജി ആൻഡ് ടിക്ടോക്കിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ മെയിൻ റീസൺ പബ്ജി വാസ് കൈൻഡ് ഓഫ് വെരി അഡിക്റ്റീവ്. കുറെ പേര് സൂസൈഡലും ചെയ്തു ഇത് കളിക്കാതിരിക്കുന്ന കാരണം. ആൻഡ് ടിക്ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറലിനെ ഭയങ്കരമായി ഡാമേജ് ആണെന്ന് പറഞ്ഞ് ആൾക്കാർ ഹൈക്കോർട്ടിലും ബാക്കി കോർട്സിലൊക്കെ കേസ് കൊടുത്തു. അത് കാരണം ബാൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഹൗ ദേ കെയിം ബാക്ക്, സോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഹൗ ദേ കെയിം ബാക്ക് വാസ് ടിക്ടോക്ക് എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് ഹൈക്കോർട്സിലൊക്കെ ഒരു സംഭവം പറഞ്ഞു. അതായത് നമ്മൾ ഇനി എൻ്റെ കമ്പനി, അതായത് ടിക്ടോക്കിന്റെ കമ്പനീസില്ലേ, സോ അവർ ഇന്ത്യയിലും ഓഫീസ് തുടങ്ങും. സോ ഇങ്ങനെ കൾച്ചറൽ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ദേ കെയിം ബാക്ക് ടു ദ മാർക്കറ്റ്. ആൻഡ് മോർ ദാൻ 100 million പീപ്പിളാണ് ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്യുന്നത് ടിക്ടോക്ക്. സോ ഇറ്റ്സ് ഫേമസ് ആപ്പ്, ഫൈൻ. സോ ദിസ് മേ ഹാപ്പൻ. ഇപ്പോൾ ഓൾറെഡി ടിക്ടോക്കിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി വേറെ ഏതെങ്കിലും ആപ്പ് വി ഹാവ് ടു സീ. ഇപ്പോൾ ദാറ്റ് പോയിന്റ് വാട്ട് ഹാപ്പൻസ്, സോ ടിക്ടോക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞില്ല, സോ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. സോ വാട്ട് ഹാപ്പൻ വിൽ ബി ലൈക്ക് എൻ്റെ ഫോണിൽ ഇപ്പോൾ ടിക്ടോക്ക് ഉണ്ട്, ഐ ക്യാൻ യൂസ് ഇറ്റ്. പക്ഷേ ഇതിന് ഫർദർ അപ്ഡേറ്റ്സ് ഒന്നും വരാത്ത കാരണം ഈ ആപ്പ് സ്ലോ ആവും, ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്, കുറേ ഗ്ലിച്ചസ് ഒക്കെ എത്തിച്ചേരും. സോ നാച്ചുറലി അല്ലെങ്കിൽ ബൈ ദ ടൈം നമ്മൾ തന്നെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യും. That's it, right? നമുക്ക് സ്ലോ ആണെങ്കിൽ who likes those apps? How can we use? So back in 2016 porn sites ഇല്ലേ, ഇന്ത്യൻ ഗവൺമെന്റ് porn sites എല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ now also people are watching using VPN. So ഇതേ VPN യൂസ് ചെയ്തിട്ട് തന്നെ മേ ബി നമുക്ക് ടിക്ടോക്ക് ആൻഡ് അതർ ആപ്സ് ഇല്ലേ, ബിഗോ വീഡിയോ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് വിചാറ്റ് ഉണ്ടെന്ന് അല്ലെങ്കിൽ യുക്യാം, സോ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും VPN യൂസ് ചെയ്തിട്ട്. ബട്ട് we don't know what they are gonna take measures. So ഇങ്ങനത്തെ സംഭവങ്ങളും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയത്തില്ല. സോ ദീസ് ആപ്സ് വർ ബാൻഡ്. ആൻഡ് ടിക്ടോക്ക് കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട് ഹു ലൈക്ക് യൂട്യൂബേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ടിക്ടോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ പോലും തുടങ്ങിക്കഴിഞ്ഞ സമയത്തിൽ ഇങ്ങനത്തെ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദോസ് ക്രിയേറ്റേഴ്സ് വിൽ ഡു ആക്ച്വലി. ഐ ഹോപ്പ് ലൈക്ക് ടിക്ടോക്ക് പിന്നെയും കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷത്തിന് മുമ്പ് ചെയ്ത പോലെ തന്നെ ലൈക്ക് ദേ വിൽ ഡു സെക്യൂരിറ്റി പാച്ചസ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ ദേ മേ കം ബാക്ക് ടു അവർ ഇന്ത്യൻ മാർക്കറ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് don't lose hope. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ you can choose any other platform also. TikTok was your debut platform that helped you a lot to get reach ഒരു ലെവൽ വരെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് that helped you. But there are other platforms such as Instagram പോലും ഉണ്ട്. So that's it. Like അതിലും യൂസ് ചെയ്ത് നിങ്ങളുടെ ടാലൻറ്റ്സ് പുറത്ത് ഉണ്ടാക്കാം, റൈറ്റ്? സോ ടിക്ടോക്കിന്റെ ന്യൂസ് കഴിഞ്ഞു, ലൈക്ക് ചൈനീസ് ആപ്സ് ബാൻഡ് ന്യൂസ് കഴിഞ്ഞു. ദ സെക്കൻഡ് പോയിന്റ്, ഇപ്പോൾ ലോക്ക്ഡൌൺ പിന്നെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് ടു കൺട്രോൾ COVID-19. ആൻഡ് എന്തിനാണ് വെറുതെ ഇങ്ങനെ ലോക്ക്ഡൌൺ പിന്നെയും നീട്ടിക്കൊണ്ട് പോകുന്നത്? മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീക്ക് ടൈം എന്നത്, അതായത്
ഒക്ടോബറിലായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേസ് കാണപ്പെടുന്നത്. സോ ആ സംഭവം ഒന്ന് മാറ്റി നിർത്താനാണ്. സോ ഈ ഇപ്പം അതായത് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ലോക്ക്ഡൌൺ കാരണം പീക്ക് ടൈമിൽ ഒക്ടോബർ ഇപ്പം മാറിക്കഴിഞ്ഞ നവംബറിലായിരിക്കും പീക്ക് ടൈം. സോ ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ലോക്ക്ഡൌൺ മാത്രം ഒരു സൊല്യൂഷൻ ആവത്തില്ല. ആൻഡ് ലോക്ക്ഡൌൺ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ വി കുഡ് ഡു സംതിങ് ലൈക്ക് ഗവൺമെന്റ് ഇസ് ട്രൈങ് അവർ ബെസ്റ്റ്. സോ പബ്ലിക് നമുക്കും ഇത് വി ഹാവ് ടു ടേക്ക് ഇൻ ഹാൻഡ്സ്. അതായത് പുറത്ത് പോകുമ്പോൾ മാസ്ക് ഇടുന്നതും സാനിറ്റൈസേഴ്സ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നതും. സോ ദാറ്റ് ക്യാൻ പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് COVID-19. ആൻഡ് ദ ബെസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞത് കോവാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ നമ്മളുടെ ഭാരത് ബയോടെക് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വാട്ട്സ് ദാറ്റ് എന്ന് പറഞ്ഞാൽ COVID-19 വാക്സിൻ തന്നെയാണ്. സോ എന്താണ് എൻ്റെ ഗുഡ് ന്യൂസ്? സോ കുറെ കമ്പനീസ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വാട്ട് ദർ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസിൽ ട്രയൽസ് നടത്തി ആൻഡ് വി ഗോട്ട് എ പോസിറ്റീവ് റിസൾട്ട്. സോ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്നിട്ട് ഹ്യൂമൻസിലും ട്രയൽസ് നടത്താൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇഫ് ദേ ഡു ഇറ്റ് ആൻഡ് ഹ്യൂമൻസിൽ ട്രയൽസ് നടത്തിയിട്ട് പോസിറ്റീവ് റിസൾട്ട്സ് ആണെങ്കിൽ വി ആർ കൊറോണ ഫ്രീ. പക്ഷെ കുറച്ച് ദിവസമാവും, കാരണം മോർ ദാൻ ലാക്ക് കൂടുതൽ ലൈക്ക് 10 lakh കൂടുതൽ ആൾക്കാർക്കാണ് ഇപ്പോൾ കൊറോണ ഉള്ളത്. സോ എല്ലാ സ്ഥലങ്ങളിലും റീച്ച് ആവുന്നത്, സ്പ്രെഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ദ ഗുഡ് ന്യൂസ് ഇസ് വി ഹാവ് ഫൗണ്ട് എ വാക്സിൻ, റൈറ്റ്? സോ വിൽ ബി വെയിറ്റിംഗ്. അതായത് ഈ വാക്സിൻ ഹ്യൂമൻസിനും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ കം ബാക്ക് നെക്സ്റ്റ് വീക്ക്. ഇല്ലേ നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഐ ബി ബാക്ക് ദെൻ ആൻഡ് ദെയർ. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ആൻഡ് ഈ വീഡിയോ കുറേ പേർക്ക് ഷെയർ ചെയ്യുക. സോ ദാറ്റ് ദീസ് തിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് spread. It's a breaking news, right? So and do subscribe also. So for now